ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ ആൾത്താരെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി ഉയർത്തിയ എന്നെ എൻ്റെ അമ്മയും ഈശോയ്ക്കും അമ്മയ്ക്കും ഒരായിരം നന്ദി. എൻ്റെ പേര് റോബിൻ, ഇതെൻ്റെ അമ്മ. ഞങ്ങൾ വരുന്നത് ആലപ്പുഴ ജില്ലയിലെ പുളുങ്ങുന്നിൽ നിന്നാണ്. അവിടുന്ന് സെൻറ്റ് മേരീസ് ഇടവക അംഗമാണ് ഞാൻ. ഇവിടെ എൻ്റെ ആദ്യത്തെ സാക്ഷ്യം എനിക്കൊരു വിദേശത്ത് ജോലി ശരിയാക്കി തന്നതാണ്. കൃപാസനത്തിൽ ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് 29/4/2025 എന്നിട്ട് ഉടമ്പടി ഞാൻ എടുത്തെന്ന് മാത്രമേ ഉള്ളൂ, പക്ഷേ അത് പാലിക്കുകയൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഞാൻ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ കഴിഞ്ഞ വർഷം നവംബറിൽ എനിക്ക് ഉണ്ടായിരുന്നൊരു ജോലി ഞാൻ റിസൈൻ ചെയ്ത് വിസിറ്റിംഗ് വിസ എടുത്ത് വിദേശത്ത് പോയിട്ട് അവിടുന്ന് ജോലി തിരക്കാമെന്നായിരുന്നു എൻ്റെ പ്ലാൻ. എൻ്റെ കൂട്ടുകാരൻ അവിടെ ഉണ്ടായിരുന്നു, കൂട്ടുകാരും റിലേറ്റീവ്സൊക്കെ ദുബായിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ മുഖേനയാണ് ഞാനിങ്ങനെ വിസിറ്റിംഗ് വിസ എടുത്ത് വരാമെന്നൊക്കെ പറഞ്ഞ് ആലോചിച്ചിരുന്നത്. അപ്പം നവംബറിൽ ജോലി റിസൈൻ ചെയ്ത് ഡിസംബറിലേക്ക് വിസിറ്റിംഗ് വിസ എടുക്കാമെന്ന് പറഞ്ഞിരുന്നു. അപ്പം ടിക്കറ്റ് റേറ്റ് കൂടുതലായതുകൊണ്ട് ജനുവരിയിലേക്ക് എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ജനുവരിയിലേക്ക് എടുക്കാൻ വേണ്ടി ഇരുന്നപ്പം പിന്നെയും ജനുവരിയിലേക്ക് എടുക്കാൻ വേണ്ടി ഇരുന്നപ്പോഴായിരുന്നു കൂട്ടുകാരൻ പറഞ്ഞത് ഫെബ്രുവരി മാസമൊക്കെ ആകുമ്പം അവിടെ നോയമ്പ് തുടങ്ങും, ആ സമയത്ത് ഹയറിംഗ് ഒന്നും കാണത്തില്ല. അങ്ങനെ ഞാൻ മാർച്ച് അവസാനത്തിലേക്ക് വിസ എടുക്കാമെന്ന് പറഞ്ഞിരിക്കുന്നപ്പോഴായിരുന്നു യുദ്ധം തുടങ്ങിയത്. പിന്നെ എനിക്ക് ഒന്നും പറ്റുന്നില്ല. എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ലാതായി. ഉള്ള ജോലിയും ഞാൻ നഷ്ടപ്പെടുത്തി. എനിക്ക് പിന്നെ ഞാൻ നാട്ടിൽ വേറെ ജോലി അന്വേഷിക്കാൻ നോക്കി, പക്ഷെ ഒന്നും ശരിയാകുന്നില്ല. ഇങ്ങനെ വിഷമിച്ചൊക്കെ ഇരിക്കുമ്പോഴായിരുന്നു എൻ്റെ അമ്മ എന്നോട് പറഞ്ഞത്, നീ ഉടമ്പടി എടുത്തിട്ട് അത് പാലിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചത്. ഞാൻ പിന്നെ ഉടമ്പടി എടുത്തത് മാത്രമേ ഉള്ളായിരുന്നു, അത് ഒന്നും അങ്ങോട്ട് നടത്തിയിരുന്നു. ഞാൻ പിന്നെ ഉടമ്പടിയിൽ അങ്ങ് സജീവമാകാൻ തുടങ്ങി. അങ്ങനെ ഒരു ദിവസം ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ റീൽ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഒരു ആഡ് കണ്ട്. അങ്ങനെ ഒരു ജോബ് ഇൻ്റർവ്യൂവിൻ്റെ ആയിരുന്നു. അതിൽ അപ്ലൈ ചെയ്ത് ഞാൻ ദുബായിലേക്കുള്ളതായിരുന്നു. അതിൽ അപ്ലൈ ചെയ്ത് അപ്പോൾ അവരെന്നെ ഇങ്ങോട്ട് കോൺടാക്റ്റ് ചെയ്ത്, ഒരു ഏജൻസി ആയിരുന്നു എറണാകുളത്തുള്ള. അപ്പോൾ ഓൺലൈൻ ഇൻ്റർവ്യൂ ആയിരിക്കും ഉണ്ടാകുന്നതെന്ന് പറഞ്ഞ് ഞാനും എൻ്റെ ഒരു കൂട്ടുകാരനും ഉണ്ടായിരുന്നു. അങ്ങനെ ഓൺലൈൻ ഇൻ്റർവ്യൂ ഒക്കെ ആയി ഞങ്ങൾ അറ്റൻഡ് ചെയ്തു. പക്ഷേ ഞങ്ങൾ പറഞ്ഞ ഇതിന് വേണ്ടി അല്ലായിരുന്നു അവർ ഇൻ്റർവ്യൂ നടത്തിയത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇനി അങ്ങനെയാണെങ്കിൽ ജോലി ഇത് വേണ്ടെന്ന് പറഞ്ഞ്. കൂട്ടുകാരനും അങ്ങനെ ആയിരുന്നു പറഞ്ഞത്. അങ്ങനെ ഒന്നും ശരിയാകാതിരുന്നു. അങ്ങനെ ഒരു മാസത്തിന് ശേഷം ആ ഏജൻസിയിൽ നിന്ന് തന്നെ തിരിച്ചു വിളിക്കുകയും ചെയ്യും, ആ കമ്പനി പുതിയൊരു വേക്കൻസി ഇട്ടിട്ടുണ്ട്, അവിടത്തേക്ക് നിന്നെ ഹയർ ചെയ്തെന്ന് പറഞ്ഞ് തന്നെ വിളിച്ചത്. എന്നിട്ട് അവിടുന്ന് പെട്ടെന്ന് തന്നെ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ എനിക്ക് ഓഫർ ലെറ്റർ വരികയും ഓഫർ ലെറ്റർ അവിടെ പോയി സൈൻ ചെയ്ത് അയച്ച പിന്നെ അപ്പം തന്നെ 2-3 ദിവസത്തിനുള്ളിൽ തന്നെ വിസ വരികയും ചെയ്തു. പിന്നെ ടിക്കറ്റിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ടിക്കറ്റ് ഉടനെ വരും. ഏതായാലും ഏപ്രിൽ 29 പോകാൻ പറ്റുമെന്നാണ് അവർ പറഞ്ഞിരുന്നത്. എന്തായാലും അങ്ങനത്തെ ഡേറ്റിലേക്ക് പോകാമെന്നാണ് അവർ പറഞ്ഞത്. അങ്ങനെ നോക്കിയിരുന്നിട്ട് ഏപ്രിൽ 28 ആയിട്ടും വിസ വന്നില്ല. അങ്ങനെ ഞാൻ 28 ഒരു ചൊവ്വാഴ്ചയായിരുന്നു. ഞാനങ്ങനെ വീട്ടിൽ ഇരുന്ന് ഉടമ്പടി ധ്യാനം ഫോണിൽ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് ഫോണിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ വന്ന്. അപ്പോഴാണ് ടിക്കറ്റായിരുന്നു അത്. എനിക്ക് ഈ മാസം 9-ാം തീയതി ശനിയാഴ്ച ഞാൻ ദുബായിലേക്ക് പോവുകയാണ്. അതെല്ലാം മാതാവിൻ്റെ ഈശോയുടെ ഒരു ഇതിലാണ്. എനിക്കൊരു മെറിറ്റും ഇല്ല. നോട്ട് മൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. മാതാവിൻ്റെ ഈശോയുടെ അനുഗ്രഹത്താലാണ് എനിക്കെല്ലാം സാധ്യമായത്. പിന്നെ എനിക്ക് 7 വർഷമായിട്ടൊരു അലർജി ഉണ്ടായിരുന്നു, ഈ ജലദോഷവും തുമ്മലും. അത് ഞാൻ കുറേ ആശുപത്രികളിലൊക്കെ കാണിച്ചു നോക്കി, എന്നിട്ടും ഒരു മാറ്റമൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഞാൻ ഇവിടുത്തെ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് വിശ്വാസപ്രമാണം ചൊല്ലി ഉടമ്പടി തൈലം മൂക്കിലൊക്കെ പുരട്ടി ഒക്കെ പ്രാർത്ഥിച്ചു. അങ്ങനെ എൻ്റെ അസുഖം എനിക്ക് പൂർണ്ണമായും മാറ്റിത്തന്നു. ഇപ്പോൾ ഈ 2 മാസമായിട്ട് എനിക്ക് ജലദോഷവും തുമ്മലും അങ്ങനെയൊന്നും ഉണ്ടാകാറില്ല. അതിന് മുന്നേ ഞാൻ ഇവിടെ എനിക്ക് എന്നെ അറിയാവുന്ന കൂട്ടുകാർക്കെല്ലാം അറിയാം, ഞാൻ എപ്പോഴും എൻ്റെ കയ്യിൽ ഒരു ടവലോ എന്തെങ്കിലും കാണും. ഞാൻ സിട്രസിൻ കഴിക്കാതെ എനിക്ക് നടക്കാൻ പോലും പറ്റത്തില്ല. ഞാൻ എപ്പോഴും ഒരു വല്ലാത്തൊരവസ്ഥയിലായിരുന്നു നടന്നുകൊണ്ടിരുന്നത് എപ്പോഴും. പിന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് ഉടമ്പടി ഉപ്പ് കഴിക്കുകയും
ഉടമ്പടി തൈലം തേച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്ത് വിശ്വാസപ്രമാണം ചെയ്ത് പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോഴാണ് എനിക്ക് രോഗസൗഖ്യം കിട്ടിയത്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഇവിടുന്ന് കിട്ടിയ പത്രം ഞാൻ റെയിൽവേ സ്റ്റേഷനിലും ഓട്ടോ സ്റ്റാൻഡിലും അടുത്തുള്ള വീടുകളിലൊക്കെ കയറി നടന്ന് പ്രാർത്ഥിച്ച് കൊടുക്കുമായിരുന്നു. പിന്നെ കാരുണ്യ പ്രവർത്തനങ്ങളായിട്ട് ഞങ്ങളുടെ പരിസരത്ത് തന്നെയുള്ള ചുറ്റുവട്ടങ്ങളിലുള്ള രോഗികളുടെയൊക്കെ വീടുകൾ സന്ദർശിക്കുകയും എന്നെക്കൊണ്ട് കഴിയുന്ന സഹായങ്ങളൊക്കെ അവർക്ക് ചെയ്യുകയും ചെയ്യും. പിന്നെ വഴിയിലൊക്കെയുള്ള യാചകർക്കും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ പൈസ കൊടുത്തും അല്ലാതെയുമൊക്കെ ഞാൻ സഹായം ചെയ്യുമായിരുന്നു. ആത്മീയമായിട്ട് എനിക്ക് ഉടമ്പടിയിൽ വന്നതിലൂടെ എനിക്ക് ആത്മീയമായിട്ട് കൂടുതൽ വളരാൻ പറ്റി. ഞാൻ നേരത്തെ ഞായറാഴ്ചകളിൽ മാത്രമേ ഞായറാഴ്ചകളിൽ മറ്റേ കടവുള്ള ദിവസങ്ങളിലൊക്കെ ആയിരുന്നു പള്ളിയിൽ പോയിക്കൊണ്ടിരുന്നത്. ഇപ്പം ഞാൻ ഡെയിലി പള്ളിയിൽ പോകും. 2 ആഴ്ച കൂടി ഇരിക്കുമ്പം കുമ്പസാരിക്കും. പിന്നെ വീട്ടിൽ കുടുംബ പ്രാർത്ഥനയൊക്കെ ഇല്ലാത്ത സമയത്തിൽ ഞാൻ ഒന്നെങ്കിൽ അമ്മ എന്നെ കിടന്ന് വിളിക്കും, ഞാൻ ഒന്നെങ്കിൽ കൂട്ടുകാരൊക്കെ ആയിട്ട് പുറത്തൊക്കെ ആയിരിക്കും. എനിക്കങ്ങനെ അത് കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും ഞാൻ വീട്ടിൽ വരുന്നത്. അല്ലെങ്കിൽ ഞാൻ വീട്ടിലുണ്ടെങ്കിൽ തന്നെ ഏതെങ്കിലും ഒരു മൂലയിൽ പോയി ഇരുന്ന് കുടുംബ പ്രാർത്ഥനയൊക്കെ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയായി. ഇപ്പം ഉടമ്പടിയിലായപ്പം ഞാനാണ് വീട്ടിൽ കുടുംബ പ്രാർത്ഥന ലീഡ് ചെയ്യുന്നത്. പിന്നെ ബൈബിൾ ഇപ്പം നേരത്തെ കുടുംബ പ്രാർത്ഥന കഴിയുമ്പോഴായിരുന്നു ബൈബിൾ വായിച്ചത്. അത് കുറച്ച് നേരത്തേക്കൊന്ന് വായിച്ച് ചെറിയ അധ്യായമൊക്കെ നോക്കി വായിച്ച് ഇപ്പം അരമണിക്കൂറും അതിലേറെയൊക്കെ ബൈബിൾ വായിക്കുന്നുണ്ട്. പിന്നെ കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കും. പിന്നെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് എല്ലാ ദിവസവും കാണുകയും പിന്നെ സാക്ഷ്യങ്ങൾ എല്ലാം അറ്റൻഡ് ചെയ്യും, എല്ലാം കാണുകയും ചെയ്യും. പിന്നെ ഉടമ്പടി ദാനം കൂടുകയും അത് ഷെയർ ചെയ്യുകയും ചെയ്യും. പിന്നെ ഈ സാക്ഷ്യത്തിൻ്റെയും ഡെയിലി ബ്രെഡിൻ്റെയൊക്കെ അടിയിൽ വരുന്ന കമൻറ്റിൽ ഓരോരുത്തർ പ്രാർത്ഥനാ സഹായങ്ങളൊക്കെ അപേക്ഷിക്കാറുണ്ട്. പിന്നെ അവർക്ക് വേണ്ടിയുമൊക്കെ പ്രാർത്ഥിക്കും. ഇത്രയേറെ അനുഗ്രഹങ്ങൾ തന്ന ഈശോയ്ക്കും അമ്മ മാതാവിനും ഒരുപാട് നന്ദി. എൻ്റെ പേര് റോസമ്മ. ഞാൻ 25/3/2025 ഉടമ്പടി എടുത്തിരിക്കുന്നത്. അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി. ഈ അൽത്താരെ കയറി സാക്ഷ്യം പറയാൻ ഭാഗ്യം തന്നതിനെ ഓർത്ത് അങ്ങേക്ക് നന്ദി പറയുന്നു. പിന്നെ എനിക്ക് വെരികോസ് വെയിൻ്റെ കാലിൻ്റെ മടക്കിനൊക്കെ ഭയങ്കര വേദനയായിരുന്നു. എനിക്ക് കാല് മടക്കാനോ മുത്താനും ഒന്നും പാടായിരുന്നു. എനിക്ക് 20 വർഷമായി ചിക്കൻ കുനിയ വന്നേ പിന്നെ മുട്ട് കുത്തുകയോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. ഈ ഒരു വർഷം ഞാൻ ഈ ഉടമ്പടി ഈ മാർച്ച് 25 ഞാൻ ഉടമ്പടി എടുത്ത അന്ന് തൊട്ട് അതിൻ്റെ പിറ്റേ ദിവസം എനിക്ക് ഈ വലതുകാലം ഞാൻ ബാൻഡേജ് ഇട്ടുകൊണ്ടാണ് ഇവിടെ ഉടമ്പടി എടുക്കാൻ വന്നത്. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം എനിക്ക് ഒരു ബുധനാഴ്ച എൻ്റെ കാലിൻ്റെ കാലിലും ഭയങ്കര വേദന, അവിടെയും ഞാൻ ബാൻഡേജ് ഇട്ടു. അന്നേരം രാത്രി ഞാൻ കടന്നുറങ്ങുന്ന സമയത്ത് മാതാവ് എൻ്റെ അടുത്ത് വന്നേച്ച് പറഞ്ഞു, നീ 2 കാലിലെ ബാൻഡേജ് ഊരിക്കള, എന്നിട്ട് നീ നിലത്തിറങ്ങി മുട്ട് കുത്താൻ പറഞ്ഞു. അന്ന് തൊട്ട് ഇന്ന് വരെ ഞാൻ മുട്ട് കുത്തുന്നുണ്ട്. 20 വർഷമായി ഞാൻ മുട്ട് കുത്തിയിട്ട്. അന്ന് തൊട്ട് ഇന്ന് വരെ ഞാൻ മുട്ട് കുത്തുന്നുണ്ട്. പിന്നെ ആത്മീയമായിട്ട് ഞാൻ ഒത്തിരി ദിവസവും ഞാൻ പള്ളിയിൽ പോകും. പണ്ട് തൊട്ടേ എനിക്ക് ഞാൻ 10-20 കൊന്തയൊക്കെ ചെല്ലും. അങ്ങനെയൊക്കെ ഒത്തിരി ചെയ്യുന്നുണ്ട്. പിന്നെ ഈ കാരുണ്യ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ പത്രങ്ങൾ ഞാൻ എല്ലായിടത്തും, എനിക്കൊരാക്ഷേപവും ഇല്ല. അന്ന് തൊട്ട് ഇന്ന് വരെ ഞാൻ സ്റ്റാൻഡിലും എല്ലാം ഞാൻ കൊടുക്കും. പിന്നെ പള്ളികളിലെല്ലാം കുർബാന കഴിയുന്ന അവിടെ എല്ലാം ഞാൻ കൊടുക്കും. അങ്ങനെ കിട്ടുന്നതെല്ലാം ഞാൻ ചെയ്യും. പിന്നെ എല്ലാവർക്കും ഞാൻ ഓരോരുത്തർക്ക് ഭക്ഷണത്തിന് അങ്ങനെയൊക്കെ ഞങ്ങളുടെ വീടുകളിൽ ഭക്ഷണത്തിന് ഇങ്ങനെയൊക്കെ വരും ചോദിക്കുന്നവർക്കൊക്കെ ഞാൻ ഭക്ഷണം കൊടുക്കുക. അതുപോലെ തന്നെ ആശുപത്രി ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഇങ്ങനെ ആഹാരമൊക്കെ കൊടുക്കുന്ന കൂട്ടത്തിൽ 3-4 പൊതിയൊക്കെ വെച്ച് ഞാൻ കൊടുക്കും. പിന്നെ അതുപോലെ തന്നെ പൈസയൊക്കെ എൻ്റെ മുമ്പിൽ കൈ നിർത്തുന്നവർക്കെല്ലാം ഞാൻ ഇടത് കൈ അറിയാതെ വലത് കൈ കൊണ്ട് ചെയ്യുന്നതാണ് പണ്ട് തൊട്ട് എനിക്ക് ശീലം. പക്ഷേ ഇപ്പം നമ്മളതെല്ലാം പറയണം. അതുകൊണ്ട് ഞാൻ പറയുന്നതാണ്. നമ്മൾ ഒത്തിരി കാരുണ്യപ്രവൃത്തിൻ്റെ എല്ലാം ഞാൻ പ്രേക്ഷിതമെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്. ഇത്രയും അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത്? നിയമാവർത്തനം 4:7. പഴയ നിയമത്തിൽ മോശ ജനങ്ങളോട് പറഞ്ഞത് ഇസ്രായേൽ ജനത്തിന് ഏറ്റവും വലിയ അനുഗ്രഹം ദൈവത്തിൻ്റെ സാന്നിധ്യമാണെന്നാണ്. ഇന്നിൻ്റെ ആവശ്യമനുസരിച്ച് ഇന്നിൻ്റെ മക്കൾക്ക് ഏറ്റവും വലിയ അനുഗ്രഹം ഉടമ്പടിയാണ്. ആ ഉടമ്പടിയിൽ ലഭിക്കുന്ന ദൈവ സാന്നിധ്യമാണ് നമുക്ക് ഏറ്റവും വലിയ അനുഗ്രഹം. ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ
നാം ദൈവത്തെ വിളിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ കേൾക്കുന്ന ഒരു ദൈവമാണ്, പ്രതികരിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. നമ്മുടെ കഷ്ടതയിൽ ദൈവത്തെ വിളിക്കുമ്പോൾ, വിശ്വാസത്തോടെ ഉടമ്പടി പാലിക്കുമ്പോൾ, രോഗാവസ്ഥയിൽ രോഗശാന്തിയും രോഗസൗഖ്യവും, ഇല്ലായ്മയിൽ ജോലി നൽകിയും അനുഗ്രഹിക്കുന്ന ഒരു ദൈവത്തെയാണ് നാം ഓരോ സാക്ഷ്യങ്ങളിലും കേൾക്കുന്നതും അനുഭവിക്കുന്നതും. റോബിൻ ചാക്കോ എന്ന മകൻ്റെ സാക്ഷ്യത്തിൽ വിദേശത്ത് പോകാനുള്ള ആഗ്രഹത്തോടെയാണ് പരിശുദ്ധ അമ്മയുടെ ഈ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിച്ചത്. ആദ്യമൊക്കെ ഉടമ്പടി എടുത്തെങ്കിലും അത്ര തീഷ്ണതയോടെ പ്രാർത്ഥിക്കുവാനായിട്ടുള്ള താല്പര്യമില്ലായിരുന്നു. പിന്നീട് അമ്മയും മകനും ഈ പ്രാർത്ഥനയിൽ വരികയും ഉടമ്പടി പ്രാർത്ഥന ചെല്ലുകയും, ഏതോ ഒരു ദിവസം പെട്ടെന്ന് ഇൻസ്റ്റാഗ്രാമിൽ ഒരു വേക്കൻസിയുടെ ആഡ് കാണുകയും ആ ഇൻ്റർവ്യൂവിന് പോവുകയുമാണ് ചെയ്തത്. പക്ഷെങ്കിൽ ആ ഇൻ്റർവ്യൂവിൻ്റെ വേക്കൻസി ഈ മകൻ പഠിച്ചതിനനുസരിച്ചല്ലായിരുന്നത് കൊണ്ട് ആ ജോലി കിട്ടാതാവുകയും, പിന്നീട് ഈ മകന് കൂടുതൽ തീഷ്ണതയോടെ പ്രാർത്ഥിക്കുകയും ഉടമ്പടിയിൽ കൂടുതൽ ആത്മാർത്ഥതയോടെ ജീവിക്കാൻ തുടങ്ങുകയുമാണ് ചെയ്യുന്നത്. ഒരു മാസത്തിന് ശേഷം വീണ്ടും ആ സ്ഥലത്തും തന്നെ കോൾ വരികയാണ്. ആ ജോലിക്കല്ല, അവർ തന്നെ വേറൊരു വേക്കൻസി ശരിയാക്കി ഈ മകനെ വിളിക്കുകയാണ്. ഇവിടെയാണ് ഈശോയുടെയും അമ്മയുടെയും ഇടപെടലുകൾ. നമ്മുടെ ആവശ്യമനുസരിച്ച് നമ്മൾ വിളിക്കുമ്പോൾ നമുക്ക് സമീപസ്ഥനായിരിക്കുന്ന ഒരു ദൈവമാണ് നാം കൃപാസനത്തിൽ വരുമ്പോൾ കാണുന്നതും കേൾക്കുന്നതും. പെട്ടെന്ന് തന്നെ ഈ മകന് ഒരു പുതിയ വേക്കൻസി കിട്ടുകയും അവിടെ ജോലി ലഭിക്കുകയുമാണ്. ഓഫർ ലെറ്ററും വിസയും എല്ലാം വളരെ പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്തു. നാം ഓരോ സാക്ഷ്യങ്ങൾ കേൾക്കും, എത്രയോ ദിവസങ്ങളും മാസങ്ങളും എടുക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഈ മകൻ്റെ കാര്യത്തിൽ വീണ്ടും സമയ ചുരുക്കത്തിൻ്റെ അമ്മ ഇടപെട്ട് ടിക്കറ്റും വിസയും പെട്ടെന്ന് കൊടുക്കുകയും, ജോലി തന്നെ പെട്ടെന്ന് ഒരു വേക്കൻസി ഇല്ലായിരുന്ന സ്ഥലത്ത് ഒരു വേക്കൻസി ഉണ്ടാക്കി മകന് ജോലി ലഭിക്കുകയായിരുന്നു. ഇവിടെയും ഈശോയുടെയും അമ്മയുടെയും സാന്നിധ്യമാണ്, ഇടപെടലാണ് നാം കാണുന്നത്. പെട്ടെന്ന് തന്നെ അതും ഒരു ചൊവ്വാഴ്ച യൂട്യൂബിൽ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ധ്യാനം കേൾക്കുന്ന സമയത്ത് മൊബൈലാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അന്നേരമാണ് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വരുന്നത് ടിക്കറ്റിൻ്റെ കാര്യവും. യുദ്ധത്തിൻ്റെ സമയത്ത് ടിക്കറ്റ് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടുള്ള സമയമാണ്. പക്ഷെങ്കിൽ ഈ മകന് ആ ചൊവ്വാഴ്ച ദിവസം അച്ഛൻ്റെ ധ്യാനം കേട്ടുകൊണ്ടിരിക്കെ നോട്ടിഫിക്കേഷൻ വരികയാണ്, 9th മെയ്യിൽ ടിക്കറ്റ് കിട്ടിയതും കൺഫേംഡ് ടിക്കറ്റാണ്. വളരെ സ്ലോ ആയിട്ടാണ് ഈ മകൻ ഈശോയിലേക്ക് അടുക്കുന്നത്. പക്ഷെങ്കിൽ എത്രമാത്രം സ്ലോ ആയിരുന്നോ അത്രമാത്രം വേഗതയിലാണ് ഈ മകൻ വിശ്വാസത്തിൽ കൂടുതൽ ഈശോയോട് അടുക്കുകയും ഈശോയുടെ അമ്മയോട് ചേർന്ന് നിന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യുകയും ഉടമ്പടി ജീവിതം കൂടുതൽ തീഷ്ണതയോടെ ആത്മാർത്ഥതയോടെ നയിക്കുകയും ചെയ്തത്. അതിൻ്റെ ഫലമായിട്ട് പെട്ടെന്ന് തന്നെ ഈശോ അമ്മ ഇടപെട്ട് ഈ മകൻ പറഞ്ഞതുപോലെ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്, ദൈവത്തിൻ്റെ ഒരു വലിയ കൃപയാണ് ഈ മകന് ആ ജോലി ലഭിച്ചതെന്നാണ് മകൻ സാക്ഷ്യപ്പെടുത്തുന്നത്. അതുപോലെ തന്നെയാണ് 7 വർഷത്തോളം ഉണ്ടായിരുന്ന അലർജി പല ഹോമിയോ ഇംഗ്ലീഷ് മരുന്നിൽ കഴിച്ചെങ്കിലും ഫലമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് നേർച്ച വസ്തുക്കളായ ഉടമ്പടി തൈലവും ഉടമ്പടി ഉപ്പും തേനും ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ട്, വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് 7 വർഷം പറ്റാതെ ഫലമില്ലാതിരുന്ന ട്രീറ്റ്മെൻറ്റും ഈശോയുടെയും അമ്മയുടെയും കാൽക്കൽ വന്ന് കണ്ണീരോടെ പ്രാർത്ഥിച്ചപ്പോൾ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ട് ഈ മകന് പൂർണ്ണമായിട്ട് രോഗസൗഖ്യം ലഭിക്കുകയാണ്. അമ്മയുടെ കാര്യം അതുപോലെ തന്നെയാണ്. വെരിക്കോസിൻ്റെ അസുഖം ബാൻഡേജ് ഇട്ടു പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധ അമ്മ തന്നെയാണ് ഈ മകളോട് പറയുന്നത്, സഹോദരിയോട് പറയണത്, ബാൻഡേജ് അഴിച്ചു മാറ്റി പിന്നീട് മുട്ടുകുത്താൻ സാധിക്കുകയും പ്രാർത്ഥിക്കാൻ സാധിക്കുകയും ആ രോഗത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് രോഗസൗഖ്യം ലഭിക്കുകയുമാണ് ചെയ്തത്. ഈശോയുടെ അമ്മയോടും ചേർന്ന് നിൽക്കുമ്പോൾ, നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനാണ്. ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ ഓരോ സാക്ഷ്യങ്ങളിൽ നാം മനസ്സിലാക്കുന്നത് നമ്മളൊരു ശ്രേഷ്ഠ ജനതയാണെന്നും
നമുക്ക് സമീപസ്ഥനായ ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളതെന്നും നമ്മെ സംരക്ഷിക്കുന്ന, നമ്മെ കരം പിടിച്ച് മുന്നോട്ട് നയിക്കുന്ന കൃപാസനം അമ്മയാണ് നമ്മുടെ കൂടെയുള്ളതെന്നും എന്ന് നമുക്ക് മനസ്സിലാക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ പുതിയ വഴികൾ തുറന്നു നൽകുന്നത്. ഈ മകൻ്റെ ജീവിതത്തിൽ ഈശോയുടെ നമ്മുടെ അടുത്തെറിഞ്ഞപ്പോൾ പുത്തൻ വഴികൾ തുറന്നു കൊടുക്കുകയായിരുന്നു. ഈ മകൻ പ്രത്യേകമായിട്ടൊരു കാര്യം പറഞ്ഞത്, ഞാൻ ഓരോ സാക്ഷ്യം കേൾക്കുമ്പോൾ സാക്ഷ്യത്തിൻ്റെ ആ അടിയിൽ ഓരോ മക്കളും പ്രാർത്ഥന റിക്വസ്റ്റ് ഇടുന്നുണ്ട്, ഞാൻ ആ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് എന്നാണ്. പലപ്പോഴും നാം പല സാക്ഷ്യങ്ങളും കേട്ടിട്ടുണ്ട്. പക്ഷേങ്കിൽ ഈ മകന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നത് ടെസ്റ്റിമണി, അതായത് സാക്ഷ്യങ്ങളുടെ കീഴിൽ വരുന്ന ഓരോ മക്കളിടുന്ന പ്രാർത്ഥന റിക്വസ്റ്റ് കേൾക്കുമ്പോഴും കാണുമ്പോഴും ഈ മകൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നമ്മൾക്ക് വേണ്ടി മാത്രമല്ല, ഉടമ്പടി മക്കൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴാണ് നമ്മുടെ കാര്യങ്ങൾ ഈശോയുടെ അമ്മയുടെ കരങ്ങളിലേക്ക് വിട്ടുകൊടുത്തിട്ട് നാം മറ്റുള്ളവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുമ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും ജോസഫ് അച്ഛൻ പലപ്പോഴും പറയാറുണ്ട്, ഉടമ്പടി ചൊല്ലുന്നതല്ല ചെയ്യുന്നതാണ് എന്നാണ്. ഈ മകന് ചൊല്ലുന്നതിനോടൊപ്പം ചെയ്യുകയാണ്, മറ്റുള്ളവരുടെ കാര്യങ്ങൾ അന്വേഷിക്കുകയും മറ്റുള്ളവരുടെ കാരുണ്യപ്രവർത്തികൾ ചെയ്യുകയും, പക്ഷേ ഏറ്റവും കൂടുതൽ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. സ്വന്തം കാര്യമെല്ലാം ഈശോയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും കൂടിയാണ് ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഈശോയും അമ്മയും നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ശ്രേഷ്ഠ ജനതയായിട്ട് നമ്മളെ മാറ്റുകയാണ്. നമ്മുടെ കൂടുതൽ നമ്മൾ സമീപസ്ഥനായ ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യം മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. റോബിൻ ചാക്കോയ്ക്കും കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ആവേ മരിയ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.